കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ് പരകാല പ്രഭാകർ. സാമ്പത്തിക വിദഗ്ധൻ, മോദിയുടെ കടുത്ത വിമർശകൻ എന്നതൊക്കെയാണ് പരകാല പ്രഭാകരെ ഇക്കാലത്ത് രാജ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം മോദിയെ മാത്രമല്ല, തൻ്റെ ഭാര്യയായ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനെ അടക്കം വിമർശനങ്ങളുടെ സൂചിമുനകളിൽ നിർത്തിയിരുന്നു. രാജ്യത്താകമാനം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാജ വോട്ടർമാരെ ചേർക്കുകയും യഥാർത്ഥ വോട്ടർമാരെ ഒഴിവാക്കുകയും ചെയ്തു എന്ന പരകാല പ്രഭാകർ പറഞ്ഞ പരാമർശം വീണ്ടും രാജ്യത്ത് ചർച്ചയാവുകയാണ്. BJP 79 ലോക്സഭാ സീറ്റുകളിൽ ഫലങ്ങൾ കൃത്യമായി മാറ്റിയെടുത്തു എന്നാണ് പ്രഭാകർ അന്ന് പറഞ്ഞത്. അങ്ങനെ മാറ്റം വരുത്തിയാണ് BJP മൂന്നാമതും അധികാരത്തിൽ കയറിയത് എന്നും അദ്ദേഹം എടുത്തു പറയുന്നു. വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടനയുടെ പഠനത്തെ ഉദ്ധരിച്ചാണ് 7 ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം വിവാദമായപ്പോഴാണ് അദ്ദേഹം ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. 2024 തിരഞ്ഞെടുപ്പിലെ വോട്ട് വ്യത്യാസം 12.5% എത്തിയെന്നും ചരിത്രപരമായി ഇത് 1% താഴെയായിരുന്നുവെന്നും പ്രഭാകർ ചൂണ്ടിക്കാട്ടുകയാണ്. ഏകദേശം 5 കോടി അധിക വോട്ടുകൾ എണ്ണപ്പെട്ടുവെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രത്യേകിച്ചും ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പങ്കിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന വിമർശനം. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ആവർത്തിച്ചുള്ള ലംഘനങ്ങളിൽ കമ്മീഷൻ നടപടി കൈക്കൊണ്ടില്ലെന്നും പ്രഭാകർ ആരോപിക്കുന്നുണ്ട്. രണ്ടാം ഘട്ട പോളിംഗിൻ്റെ അന്തിമ വോട്ടിംഗ് ശതമാനം പ്രഖ്യാപിക്കാതിരുന്നത് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫോം 17C പോലുള്ള രേഖകൾ പ്രസിദ്ധീകരിക്കാത്തതും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ പ്രധാനമന്ത്രിയുടെയും ഭരണകക്ഷിയുടെയും സൗകര്യത്തിനനുസരിച്ച് നിശ്ചയിക്കുന്നതും BJPക്ക് അനുകൂലമായ അവസ്ഥ സംജാതമാക്കും എന്നും പരകാല പറയുകയുണ്ടായി. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന തിരഞ്ഞെടുപ്പുകളിലെ വോട്ടർ ടേൺ ഔട്ടിലെ അസ്വാഭാവിക വർധനയും പ്രഭാകർ അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പോളിംഗ് അവസാനിച്ച ശേഷം 7.83% വർദ്ധിച്ചത് ഗണിതപരമായി അസാധ്യമായ കാര്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇലക്ടർ വോട്ടുകളെ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പരകാല പ്രഭാകർ. അദ്ദേഹമാണ് വീണ്ടും BJPക്കെതിരെ വോട്ട് തട്ടിപ്പിൽ മോദിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ആന്ധ്രയിൽ തെലുങ്ക് ദേശം പാർട്ടിയായ TDPയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു ഇന്ന് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയാണ്. അതുമാത്രമല്ല, NDAയുടെ ഒരു സുപ്രധാന ഘടകമായി നിലയുറപ്പിച്ചുകൊണ്ട് മൂന്നാമതും NDAയെ ഭരണത്തിലേറ്റിയതിൻ്റെ ക്രെഡിറ്റും നായിഡുവിനാണ്. 2024 ആന്ധ്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ TDP വമ്പൻ കുതിപ്പ് നടത്തിയിരുന്നു. ആകെയുള്ള 175 സീറ്റിൽ 164 സീറ്റുകൾ TDP നയിച്ച NDA ജയിച്ചു. പിന്നാലെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 25 സീറ്റിൽ മത്സരിച്ച് TDP 21 സീറ്റ് നേടുമ്പോൾ അതിൻ്റെ പിന്നിലെ അട്ടിമറികൾ ഇപ്പോൾ വെളിച്ചത്ത് വരികയാണ്. അതാണ് പരകാല പ്രഭാകർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. വൈകുന്നേരം 5 മണിക്ക് പോളിംഗ് അവസാനിക്കണം എന്നാണ് ചട്ടം. എന്നാൽ ആന്ധ്രയിൽ വോട്ടിംഗ് ദിവസം പോളിംഗ് അവസാനിച്ചത് പിറ്റേ ദിവസം രാവിലെ 2 മണിക്കാണ്. അർദ്ധരാത്രിക്കും വെളുപ്പിന് 2 മണിക്കും ഇടയിൽ ആകെ പോൾ ചെയ്തത് 17 ലക്ഷം വോട്ടുകൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടെയാണ് ഈ കള്ളവോട്ടുകൾ പോൾ ചെയ്തത് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. മണിക്കൂർ കണക്കിൽ പറഞ്ഞാൽ പകൽ ഒരു ബൂത്തിൽ മണിക്കൂറിൽ 60 വോട്ടുകൾ ചെയ്യപ്പെട്ട സ്ഥാനത്ത് അർദ്ധരാത്രിക്ക് ശേഷം അത് മണിക്കൂറിൽ 470 ഉയരുകയാണ്. ഇതാണ് പരകാല പ്രഭാകർ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ വർധനവ് ആശങ്കയുണർത്തുന്നു. ഒരിക്കലും പൊരുത്തപ്പെടാത്ത കണക്കുകൾ ആണിത് എന്ന്. 3 സെക്കൻഡിൽ ഒരു വോട്ട് രേഖപ്പെടുത്തിയ ഭൂലോകത്തിലെ ആദ്യത്തെ അത്ഭുത രാജ്യമായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇന്ന് കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാന കക്ഷിയാണ് നായിഡു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി വെറും വൃത്തികെട്ടവനാണ് എന്നും ഭൂലോക തരികിണയാണ് എന്നുമൊക്കെ ആന്ധ്ര മുഴുവൻ നടന്ന് വിളിച്ചു പറഞ്ഞ നായിഡു 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നതോടെ കളം മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് NDAയുടെ ഭാഗമായി നിന്ന് ഭരണത്തിൽ പങ്കാളിയായി മാറി നായിഡു. ചുരുക്കി പറഞ്ഞാൽ BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയിലൂടെ നായിഡു ആന്ധ്രയുടെ ഭരണം പിടിച്ചടക്കിയത് എന്നാണ് പരകാല പ്രഭാകർ പറയുന്നത്. കേന്ദ്രത്തിൽ അധികാരത്തിൽ കയറിയാൽ ഇട്ടുമൂടാനുള്ള വികസനങ്ങൾ ചൊരിയുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആന്ധ്രയിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ബീഹാറിന് വാരിക്കോരി നൽകുകയും ചെയ്തു. അത് തെല്ലൊരു നീരസത്തിന് നായിഡുവിൽ വഴിവെച്ചു. അതുകൊണ്ട് തന്നെ
NDAയിൽ വിള്ളലുകൾ രൂപപ്പെട്ടു എന്ന അഭ്യൂഹങ്ങളും ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇപ്പോൾ മോദിക്ക് മുന്നിൽ വയ്ക്കുന്നത് 1965 5ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന പ്രത്യേക വിഭാഗ പദവി ആന്ധ്രയ്ക്ക് നൽകണം എന്നതാണ്. ഇത് നേരത്തെ ജമ്മു ആൻഡ് കാശ്മീർ, ആസം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് പ്രത്യേക പദവി നൽകിയിരുന്നു. പിന്നാലെ അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, സിക്കിം, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് കൂടി പ്രത്യേക പദവി നൽകിയിരുന്നു. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ ആവശ്യത്തിന് മുന്നിൽ മോദി സമ്മതം മൂളുമോ എന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാധാന്യം ഏറുന്നതാണ്. മോദി ഇതിന് വഴങ്ങിയില്ല എങ്കിൽ ചന്ദ്രബാബു നായിഡു തൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അങ്ങനെ സംഭവിച്ചാൽ അത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നില അവതാളത്തിലാകും. രാജ്യത്താകെ മോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യാപകമായി നടത്തിയ വോട്ട് കൊള്ളയുടെ തെളിവുകൾ പൊന്തി വരുമ്പോഴാണ് ഇപ്പോൾ SIRനെതിരെ പശ്ചിമ ബംഗാളിൽ മമതയുടെ പോരാട്ടത്തിന് അനുകൂലമായ സുപ്രീം കോടതിയുടെ ഇടപെടലും വരുന്നത്. രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയ SIR വഴിയും തെരഞ്ഞെടുപ്പ് തിരിമറികൾ വഴിയും നടത്തിയ വോട്ട് കൊള്ള രാജ്യത്തെ ചുട്ടുപൊള്ളിക്കുമ്പോഴാണ് പരകാല പ്രഭാകരുടെ ആരോപണങ്ങളും മോദിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കനലായിത്തീരുന്നത്. ജനാധിപത്യത്തിൻ്റെ കടക്കൽ കോടാലി വെച്ചുകൊണ്ട് നെറികെട്ട രീതിയിൽ വ്യാപക ക്രമക്കേട് നടത്തി രാജ്യത്തെ ഛിന്നഭിന്നമാക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ കൊള്ള രാജ്യത്തെ ആകെ ഭയപ്പെടുത്തുകയാണ്. പ്രതിപക്ഷമുയർത്തുന്ന ചോദ്യങ്ങൾക്കൊന്നും മോദിയോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറോ വ്യക്തമായ ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയാവും സമ്മാനിക്കുക എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. BJPയുടെ യഥാർത്ഥ തനിനിറം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിനെ ഏത് പ്രൊപ്പഗാൻഡ കൊണ്ട് മറച്ചുവെക്കാൻ BJP ശ്രമിച്ചാലും ജനം ശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമാകും. അതുകൊണ്ട് തന്നെ BJP ആകെ എരുതിയിലാണ്. അതിനെ ആളിക്കത്തിക്കാൻ പരകാല പ്രഭാകരെ പോലുള്ള പ്രമുഖ വ്യക്തികളുടെ വെളിപ്പെടുത്തലുകൾക്ക് ഇപ്പോൾ കഴിയും. കാട്ടുകൊള്ളയുടെ മോദിക്കാലം അവസാനിക്കുന്നതിൻ്റെ ഒരു തുടക്കമായി വേണം ഈ തിരഞ്ഞെടുപ്പുകളെ കരുതാൻ. അത് ഇന്ത്യയിലൊട്ടാകെ വീശിയടിച്ച് അത് BJPയെ തകർത്ത് തരിപ്പണമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കൃത്യമായ വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.